ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. ചക്ക കറി എന്നും പറയും ചില ഇവിടെ ഉള്ളവർ മലപ്പുറം ജില്ലക്കാർ ചക്ക കൂട്ടാനെന്നും പറയും. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക എടുത്തു, എല്ലാം നന്നാക്കി കുരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുകൊണ്ട് കറിക്ക് ഒരു പ്രത്യേക രീതിയിലാണ് അരിയുന്നത്. ഞങ്ങൾ പുഴുക്കുണ്ടാക്കാറുണ്ട്, പക്ഷെ അത് നീളത്തിലാണ് കേട്ടോ അരിയുന്നത്. അപ്പോൾ ഞാനിതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ടു. നമുക്കിനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ട് കൊടുത്തു. കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾ, വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിക്കുമ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാൻ കുറച്ച് തേങ്ങയും ചെറിയുള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളെ ചക്കയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിലൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വെറൈറ്റി സാധനം ഇട്ട് കൊടുക്കണം. ശകല അരിയായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അരി ഇട്ട് കൊടുത്തു. വത്തൽമുളക്, കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയുള്ളിയും തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങ. ഇനി നമുക്ക് ഇത് കണ്ട ഒരുവിധമൊക്കെ വറുത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല മൂത്ത് തുടങ്ങിയിട്ട് നമുക്ക് ശകല അതിനകത്തേക്ക് മുളകും പൊടി, അത് കാശ്മീരിൻ്റെ മുളകും പൊടി ഇട്ടേക്കുന്ന ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്കിത് കണ്ടോ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക എരിശ്ശേരിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ നമ്മളുടെ ചക്ക എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.